ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ചായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് കൊണ്ടുവരാമെന്നുള്ളതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തത്. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നമുക്ക് ഡെയിലി ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തൊക്കെ ടിപ്സാണ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ടീച്ചറാണ്. അപ്പോൾ എനിക്കറിയാവുന്നതും ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ യൂഷ്വലി എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും, അവരെ കൺസേൺസ് ഒക്കെ. അവർ യൂഷ്വലി എന്നോട് ചോദിക്കാറുള്ളത്, നമുക്കിങ്ങനെ ഡെയിലി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അതേപോലെ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് എങ്ങനെയാണ് നന്നായി നമ്മൾ പെർഫോം ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കാറുള്ളത്. ഞാൻ വിചാരിച്ചു അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടി അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ ഇങ്ങനൊരു വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, പക്ഷേ സംസാരിക്കാൻ അറിയില്ല. ഇതാണ് യൂഷ്വലി കണ്ടുവരുന്നൊരു പ്രോബ്ലം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള 5 ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടിപ്പ് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് 4 കാര്യങ്ങൾ വേണം. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. LSRW, ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിൽ L എന്താണെന്ന് വെച്ചാൽ L ഫോർ ലിസണിങ്, S ഫോർ സ്പീക്കിംഗ്, R ഫോർ റീഡിങ്, W ഫോർ റൈറ്റിംഗ്. LSRW. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ടിപ്പ് നമ്പർ 1, റീഡിങ്. റീഡിങ് എന്നുള്ളത് മെയിൻ പാർട്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിങ് എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണേഴ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതായത് ത്രില്ലർ, ഫാൻറ്റസി, ഫിക്ഷൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളെ ഓപ്ഷനാണ്. നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ അത് ചൂസ് ചെയ്തതിന് ശേഷം ആ ടൈപ്പ് ഓഫ് ബുക്സ് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങിനോട് ഒരു ഇഷ്ടം വരും. റീഡിങ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണർ സെലക്ട് ചെയ്ത് റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് ടിപ്പ്. ടിപ്പ് നമ്പർ 2, വാച്ചിങ് സീരീസ് ഓർ മൂവീസ്. ഓക്കെ, നിങ്ങൾ യൂഷ്വലി ഇംഗ്ലീഷ് മൂവീസും സീരീസൊക്കെ കാണാറുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ചിലർ അത് കാണാനായിട്ട് മടിയുണ്ടാവും, വേറൊരു ലാംഗ്വേജ് ആയതുകൊണ്ട്. പക്ഷേ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പം നെറ്റ്ഫ്ലിക്സിനാണെങ്കിലും പല പല പ്ലാറ്റ്ഫോംസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ടത് വാച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള ചോദ്യമാണ്, അപ്പോൾ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്തല്ലേ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് കാര്യമുണ്ടോ? യെസ്, അതുകൊണ്ട് കാര്യമുണ്ട്. കാരണം നമ്മൾ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് കാണുന്ന സമയത്ത് നമ്മളത് റീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് റീഡിങ് വേണമെന്നുള്ളത്. അപ്പോൾ അത് റീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഡെവലപ്പ് ആവുകയോ ചെയ്യുള്ളൂ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് സബ് ടൈറ്റിൽസ് ഉണ്ടായിട്ടേ കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പിന്നീട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പിന്നീട് സബ് ടൈറ്റിൽസ് ഓഫ് ചെയ്തുകൊണ്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷിന് നിങ്ങൾ എത്രത്തോളം ഡെവലപ്പ് ആയി എന്നുള്ളത്. അപ്പം അതാണ് സെക്കൻഡ് ടിപ്പ്. ഓക്കെ, ടിപ്പ് നമ്പർ 3, ജേർണലിംഗ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡയറി ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? അത് മലയാളത്തിലായിരിക്കും യൂഷ്വലി എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ അതൊന്ന് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡെയിലി നമ്മൾ വർക്കിന് പോകാറുണ്ട്, നമ്മൾ യൂഷ്വലി പല കാര്യങ്ങൾക്ക് ഔട്ടിങ് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഒരു ഹാഫ് ആൻ അവർ പോലും വേണ്ട, നമുക്കൊരു 5 to 10 മിനിറ്റ്സേ ഇതിനായിട്ടേ വേണ്ടുള്ളൂ. നിങ്ങൾ ജേർണൽ എഴുതാനായിട്ട് ഓൺലി ഒരു 5 മിനിറ്റ്സ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത് ആൻഡ് നിങ്ങളെ ഗുഡ് മെമ്മറീസ് കാര്യങ്ങളൊക്കെ ആ ജേർണലിൽ എഴുതാം. അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഫോം ചെയ്യുമ്പം സെൻറ്റൻസ് ഫോർമേഷൻ അവിടെ വർക്ക് ആവും ആൻഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവും. അത് നെക്സ്റ്റ് ഒരു ടിപ്പാണ്. ആൻഡ് ഓൾസോ ഇത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് മാത്രമല്ല, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. സോ അതാണ് ടിപ്പ് നമ്പർ 3, ജേർണലിംഗ്. ടിപ്പ് നമ്പർ 4, സ്പീക്ക് വിത്ത് എ മിറർ. ഓക്കെ, അപ്പോൾ നിങ്ങളെ വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലേ? അപ്പോൾ കണ്ണാടി നമ്മൾ യൂഷ്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഭംഗി നോക്കാനും കാര്യങ്ങളൊക്കെ. ഇനി അതല്ലാതെ നമുക്കത് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും കൂടി ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ചില ആളുകളോട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട്
പറയാന്നുള്ളത്. കണ്ണാടി ആകുമ്പം നിങ്ങളെ കണ്ണാടി ജഡ്ജ് ചെയ്യില്ല. നിങ്ങളെന്താണോ പറയുന്നത്, നിങ്ങളെന്താണോ അതാണ് കണ്ണാടിയിൽ നമ്മൾ റിഫ്ലക്റ്റായി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ണാടിയായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ടിപ്പാണ് കേട്ടോ അത്. ടിപ്പ് നമ്പർ 5, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇതെന്താ അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ യൂഷ്വലി മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളവിടെ പാല് കാണാറുണ്ട്, മുട്ട കാണാറുണ്ട്, മീൻ കാണാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ മൈൻഡിൽ എന്താ, ഇന്ന് വീട്ടിലേക്ക് പാല് വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങണം, ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ അസ്യൂം ചെയ്യാറുള്ളത്. അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ലൈക്ക് സ്മോൾ വേർഡ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിൽക്ക്, എഗ്, ഫിഷ്, വെജിറ്റബിൾസ്, ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ ലൗഡായിട്ട് പറയണം എന്നില്ല. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളത് തിങ്ക് ചെയ്താൽ മാത്രം മതി. അവിടെയാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് വർക്ക് ആവുന്നത്. ഇതൊരു വൺ ഓഫ് ദി യൂസ്ഫുൾ ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ യൂഷ്വലി ചെറിയ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ അതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് മേക്ക് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ ചിന്തിക്കുന്നത് അത് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാനായിട്ട് നോക്കുക. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കാതെ ഇംഗ്ലീഷിൽ ചിന്തിക്കാനായിട്ട് നോക്കുക. അതാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ടിപ്സ് മാത്രമല്ല, ഒരുപാട് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് വരാം. യൂഷ്വലി സംസാരിക്കാൻ അറിയണ്ടാവും, പക്ഷേ ഗ്രാമാറ്റിക്കൽ എറേഴ്സും കാര്യങ്ങളും. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.